നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്തെ ടോപ്പ് 4 IT കമ്പനികളാണ് TCS, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയവ. ഇത് 4ഉം ഇന്ത്യൻ കമ്പനികളാണ് എന്ന് നമുക്കറിയാം. ഈ 4 കമ്പനികളും കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് വരെ വളരെ ബൾക്കായിട്ട് ലക്ഷക്കണക്കിന് ഫ്രഷേഴ്സിനെയാണ് ഓരോ വർഷവും ഹയർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് ഹയറിങ്ങുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഈ കമ്പനിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഇൻഫോസിസ് ഏതാണ്ട് 450 പേരെ ഫയർ ചെയ്ത വിവരം നാം അറിയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ പകുതിയോടെ ഏതാണ്ട് 250 പേരെയും കൂടി അവർ ഫയർ ചെയ്തത് നമ്മൾ അറിയുകയുണ്ടായി. അപ്പോൾ 700 പേരെയാണ് കഴിഞ്ഞ 1-2 മാസത്തിനകം ഇൻഫോസിസ് ഫ്രഷേഴ്സിനെ സെലക്ട് ചെയ്ത് മൈസൂർ ക്യാമ്പസിൽ ട്രെയിനിങ്ങിനായിട്ട് ക്ഷണിച്ചിട്ട് അവരുടെ അസസ്മെന്റ് ക്ലിയർ, ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ അസസ്മെന്റ് നടത്തും, അത് ക്ലിയർ ചെയ്യാത്തത് എന്ന പേരിൽ ഫയർ ചെയ്തത്. അത്ര ശുഭകരമായ വാർത്തകളല്ല ഈ കമ്പനികളിൽ നിന്നൊക്കെ വരുന്നത്. എന്ന് മാത്രമല്ല, ഇവരുടെ ഹയറിംഗ് ഒക്കെ വളരെ കുറവുമാണ്. അപ്പോഴാണ് ചില സന്തോഷ വാർത്തകൾ ലഭ്യമായിരിക്കുന്നത്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. 2 പ്രമുഖ IT കമ്പനികൾ, ഒന്ന് TCS ആണ്, മറ്റൊന്ന് വിപ്രോയാണ്. ഈ 2 കമ്പനികളിലെയും ഫ്രഷർ ഹയറിംഗ് ആണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് ബൾക്ക് ഫ്രഷർ ഹയറിംഗ്. അത് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, അതാ ഇപ്പോൾ 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഈ 2 കമ്പനികളിൽ അവസരങ്ങളുണ്ട്. അവർക്ക് ഈ 2 കമ്പനികൾ കൂടാതെ കോഗ്നിസന്റ്, ഒരു അമേരിക്കൻ ഇന്ത്യൻ കമ്പനിയാണ്, കോഗ്നിസന്റിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, അല്ലെങ്കിൽ ടെക് മഹീന്ദ്രയിലേക്ക് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് കാണാത്തവർ അതും കൂടി കാണുക. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വിപ്രോയിലെയും TCSലെയും ഫ്രഷർ ഹയറിംഗ് ആണ്. ഇത് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഈ പറയുന്ന ഈ 2 കമ്പനിയിലെ റിക്രൂട്ട്മെന്റ് നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ ദയവ് ചെയ്ത് എലിജിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ മറക്കല്ല്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് TCSലെ അവസരം ഒന്ന് മനസ്സിലാക്കാം. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടാറ്റ ഗ്രൂപ്പിലുള്ള IT കമ്പനിയാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. 11 മെയ് 2025 സൺഡേ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ടെസ്റ്റ് ഡേറ്റ് പിന്നീടായിരിക്കും അറിയിക്കുക. ആർക്കായിരിക്കും ഇത് എലിജിബിൾ ആവുക? ഇവിടെ 2 പ്രോഗ്രാം ഉണ്ട്, ഇഗ്നൈറ്റും ഉണ്ട്, സ്മാർട്ട് ഹയറിംഗും ഉണ്ട്. ഈ 2 ഹയറിംഗും കൂടി ഒറ്റ ടെസ്റ്റിലൂടെയാണ് ഇവർ സെലക്ട് ചെയ്യുക. ഇവരോട് സൂചിപ്പിക്കുന്നുണ്ട് BCAക്കാർക്ക് അപ്ലൈ ചെയ്യാം, BSCക്കാർക്ക് അപ്ലൈ ചെയ്യാം. BSCയിൽ തന്നെ IT പറ്റും, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോ കെമിസ്ട്രി, ഇത്രയും മേഖലയിൽ നിന്ന് BSc കഴിയുന്നവർക്ക് പറ്റും, BCA കഴിയുന്നവർക്ക് പറ്റും. അതേപോലെ ബിവോക്ക്, കമ്പ്യൂട്ടർ സയൻസോ ITയിലോ കഴിയുന്നവർക്കും പറ്റും. ഓർക്കോ, ഇത് 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 25 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുള്ള അവസരമാണ്. അപ്പൊ ഇതിന് ചില പ്രത്യേകതകളുണ്ട്. കീ ഫീച്ചേഴ്സ് എന്ന് ഇവർ പറയുന്നുണ്ട്. മികച്ച കോമ്പൻസേഷൻ പാക്കേജ് ഇവരിവിടെ സൂചിപ്പിക്കുന്ന 1-2 കൊല്ലങ്ങൾ കൊണ്ട് ഇനീഷ്യൽ സാലറിയുടെ 2.5 ഇരട്ടി വരെ ഗ്രോത്ത് ലഭ്യമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. വേൾഡ് ക്ലാസ് ലേണിംഗ് പ്രോഗ്രാം ലഭ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ്, പ്രത്യേകിച്ച് ക്ലൗഡ്, ബ്ലോക്ക് ചെയിൻ, AR VR, അല്ലെങ്കിൽ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ജെൻ AI, റോബോട്ടിക്സ്, ഡിജിറ്റൽ എഞ്ചിനീയറിംഗ്, ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് ഇവരുടെ PG പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം TCSന്റെ സ്പോൺസർഷിപ്പിൽ പഠിക്കുന്നതിനുള്ള ഒരു അവസരവും ഉണ്ടായിരിക്കും. ഇനി സൂചിപ്പിക്കാൻ പോകുന്ന വിപ്രോയില് 100% വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് PG പഠിക്കുന്നതിനുള്ള അവസരമുണ്ട്. ഇവിടെ താല്പര്യമുള്ളവർക്ക് PG ഇവരുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കാനുള്ള അവസരവും ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ 2 ഹയറിംഗ് ഉണ്ട്. ഒന്ന് TCS സ്മാർട്ട് ആണ്. TCS സ്മാർട്ടിന്റെ ഒരു പ്രത്യേകത ഇവരോട് സൂചിപ്പിക്കുന്നത് സയൻസ് ടു ഇവിടെ അവരുടെ ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നുണ്ട്. TCS സ്മാർട്ട് ടെക്നോ ഫങ്ഷണൽ റോളുകളിലേക്കുള്ള ഒരു ഹയറിംഗ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, ക്വാളിറ്റി അഷുറൻസ്, ഡാറ്റ അനലിറ്റിക് പ്രോജക്റ്റുകളിലായിരിക്കും നിങ്ങളെ ഇത് ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. TCS ഇഗ്നൈറ്റ് ഹയറിംഗിന്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം, ആ കാര്യങ്ങൾ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. നമുക്ക് ഇതിന്റെ കൃത്യമായ എലിജിബിലിറ്റി ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, BCA, BSc, അതേപോലെ ബിവോക്ക് ഇങ്ങനെയുള്ളവർ 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് 25 പാസ് ഔട്ട് ആകുന്നവർക്കുമായിരിക്കും ഈ ഒരു അവസരമുള്ളത്. മിനിമം 50% മാർക്ക്, അത് 10th-ലും 12th-ലും ഡിഗ്രിക്ക് റിസൾട്ട് വന്നവരെയൊക്കെ കിട്ടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്ക്ലോഗ്സ് കാണില്ല, കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി ബാക്ക്ലോഗ്സ്, അരിയേഴ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
പിന്നെ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കോഴ്സ് പൂർത്തീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതൊരു എൻട്രി ലെവൽ റിക്രൂട്ട്മെന്റ് ആണ് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ഇതൊക്കെയാണ് ഹയറിംഗ് കാറ്റഗറി. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. 2 കാറ്റഗറിയിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ഒന്ന് സ്മാർട്ട്, മറ്റൊന്ന് ഇഗ്നൈറ്റ്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഹയറിംഗ് നടക്കുക എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. എന്താ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ടെസ്റ്റ് പാറ്റേൺ, അതാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. 120 മിനിറ്റ്സിൻ്റെ 4 സെഷൻ ആയിട്ടുള്ള എക്സാമിനേഷൻ. 4 സെഷനോടി 120 മിനിറ്റ്സിലായിരിക്കും പരീക്ഷ നടക്കുക. ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, വെർബൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്, കോഡിംഗ് ഉണ്ട്. കോഡിംഗ് ഓപ്ഷനിലാണ്. ഈ 3 ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലൊക്കെ പോയിട്ട് അതിനെ പരിശീലിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമോ അത് ഇവരുടെ സൈറ്റിൽ വളരെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമോ അത് നിങ്ങൾ TCSന്റെ നെക്സ്റ്റ് പോർട്ടലിൽ പോകണം. അതിവിടെ ക്ലിക്ക് ചെയ്താൽ ആ പോർട്ടലിലേക്ക് എത്താനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആധാർ പ്രകാരമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകി വെരിഫൈ ചെയ്യുക നിങ്ങൾ. എന്നിട്ട് ഇതിനെ നിങ്ങൾ ആദ്യം ഒന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പ്രവേശിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കിട്ടും. ഈ അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ നൗ എടുക്കുക. അവിടെ IT എന്ന ഓപ്ഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അപ്ലൈ ഫോർ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തു എന്നാണ് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പോൾ എവിടെ പോയിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്? TCSന്റെ നെക്സ്റ്റ് പോർട്ടൽ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് കിട്ടും, ടേക്ക് മീ ദെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് രജിസ്റ്റർ നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. ഇവിടെയാണ് IT എന്ന ഓപ്ഷൻ എടുത്ത് ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി രജിസ്റ്റർ ചെയ്ത് ഇവിടെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ഞാൻ രണ്ടാമത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അവസരം കൂടി സൂചിപ്പിക്കാം. അത് വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഓർക്കും ആദ്യത്തെ അവസരം TCSൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതാണെങ്കിൽ, വിപ്രോയിൽ ഹയർ സ്റ്റഡി മാൻഡേറ്ററി ആണ്. അതായത് വിപ്രോയുടെ ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഡുവൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് വിപ്രോയിൽ ജോലി ചെയ്യാം, അതിനോടൊപ്പം ശമ്പളം ലഭ്യമാകും എന്ന് മാത്രമല്ല നിങ്ങളുടെ PG അത് BSc ഒക്കെ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ BCA ഒക്കെ കഴിഞ്ഞവർക്ക് MTech പഠിക്കുവാനായിട്ടുള്ള അവസരമാണ്. അതും ഇന്ത്യയിലെ ഒരു പ്രീമിയം യൂണിവേഴ്സിറ്റി BITS പിലാനി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ നിന്ന് MTech വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കാം. അപ്പോൾ ജോലിക്ക് ശമ്പളം കിട്ടും, പ്ലസ് ഇവരുടെ സ്പോൺസർഷിപ്പിൽ MTech പഠിക്കുന്നതിനുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള അവസരമാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നാൽ വിപ്രോയുടെ ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കാണാൻ WILP എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വിപ്രോയുടെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം, അതായത് ജോലിയോടൊപ്പം പഠനവും ലഭ്യമായിരിക്കുന്ന അവസരമാണ്. ഇതും 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 25 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള അവസരമാണ്. അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് 30 ഏപ്രിൽ വരെ ആയിരിക്കും സമയം ഉണ്ടാവുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ ശമ്പളം ഫസ്റ്റ് ഇയറിൽ ഓരോ മാസവും 15,000 രൂപയാണെങ്കിൽ 4th ഇയർ ഒക്കെ ആകുമ്പോൾ പ്രതിമാസം ഏതാണ്ട് 23,000 രൂപ വരെ നിങ്ങൾക്ക് പ്രതിമാസം ലഭ്യമാവും. ഇതുകൂടാതെ 75,000 രൂപ ജോയിനിങ് ബോണസ് എന്ന രീതിയിൽ ലഭ്യമാവും. അപ്പോൾ ആർക്കായിരിക്കും ഇതിന് എലിജിബിൾ ആവുക? എലിജിബിലിറ്റി വളരെ വ്യക്തമായിട്ട് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മുമ്പത്തെ പോലെ തന്നെ BCAക്കാർക്ക് അപ്ലൈ ചെയ്യാം, BScക്കാർക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ TCSൽ വിവോക്ക് പറ്റും, ഇവിടെ വിവോക്ക് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ BScക്കാർക്ക് അപ്ലൈ ചെയ്യാം. BSc ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ സയൻസ്, IT, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ് ഇങ്ങനെയുള്ളവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ BCA അല്ലെ BSc കമ്പ്യൂട്ടർ സയൻസ് അത് 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവരും ഇപ്പോൾ 25 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപേക്ഷിക്കാം. 10th 12th പാസ്സായാൽ മതി. എന്നാൽ ഡിഗ്രിക്ക് 60% അല്ലെ 6 CGPA റിസൾട്ട് വന്നതുവരെ ലഭ്യമായിരിക്കണം. TCSൽ 50% മതിയായിരുന്നു. ഇവിടെ ഡിഗ്രിക്ക് 60% മാർക്ക് വേണം. മറ്റേ ക്രൈറ്റീരിയയും കൂടെ ഇവിടെയുണ്ട്. ഓപ്പൺ സ്കൂള്, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഒക്കെ 10th 12th ഒക്കെ പഠിച്ചവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാം. ഒരു ബാക്ക്ലോഗ്സ് വരെ അലൗഡ് ആണ്. ഒരു അരിയർ ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഫൈനൽ ഇയർ പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ ആ ബാക്ക്ലോഗ്സും കൂടി ക്ലിയർ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ കോർ മാത്സ് അത് ഡിഗ്രിക്ക് പഠിച്ചിരിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ് മാത്സോ
അപ്ലൈഡ് മാത്സോ ആയിരിക്കില്ല, കോർ മാത്സ് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയൻ കൂടിയുണ്ട്. പിന്നെ ഇവര് ഈ വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തവര് അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെയായിരിക്കും ഇതിന്റെ സെലക്ഷന്? ആദ്യം ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂവിന്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. ഓൺലൈൻ അസസ്മെന്റ് മുമ്പ് TCS സൂചിപ്പിച്ച പോലെ തന്നെ 4 സെഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ഇവിടെ കോഡിങ് കാണത്തില്ല, മറ്റേടത്ത് കോഡിങ് ഓപ്ഷനിലായിരുന്നു. ഇവിടെ കോഡിങ്ങിന് വരാൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ 20 മിനിറ്റിന്റെ ഒരു നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കില്ല് മനസ്സിലാക്കുന്നതിനുള്ള റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു വോയിസ് അസസ്മെന്റും ബിസിനസ് ഡിസ്കഷൻ ഇന്റർവ്യൂവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. അവർക്ക് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, PG ഇവരുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 60 മാസത്തെ ഒരു സർവീസ് എഗ്രിമെന്റ്, അതായത് 5 വർഷത്തെ ഒരു ബോണ്ട് വിപ്രോയ്ക്ക് നൽകേണ്ടതായിട്ട് വരും. 5 കൊല്ലത്തിനകം നിങ്ങൾ വിപ്രോ വിടുവാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ തിരികെ നൽകേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 5 വർഷം ഇവിടെ പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PG ലഭ്യമാകും. അതിനുശേഷം ലഭ്യമാകുന്ന വളരെ മികച്ച ഒരു ശമ്പളത്തിൽ നല്ലൊരു ഗ്രേഡിൽ നിങ്ങൾക്ക് വിപ്രോയിൽ തന്നെ തുടരുന്നതിനുള്ള അവസരങ്ങളുമുണ്ട്. അപ്പം വിപ്രോയിലെ WILP വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. 30 ഏപ്രിൽ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഈ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇതൊരു സൂപ്പർ സെറ്റ് വഴിയാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകി നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന, പ്രത്യേകിച്ച് TCSലും വിപ്രോയിലും ഒക്കെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരുന്ന പോലെ അപ്ലൈ ചെയ്യുക. നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നടന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.